ഇന്ത്യയിലും കേരളത്തിലും ക്യാൻസർ കൂടുന്നുണ്ടോ? ഇത് എന്തോ പ്രശ്നമാണ്, എന്ത് അസുഖങ്ങൾക്കിടെ എണ്ണം കൂടുതലാണ്. ഇതെല്ലാം കാരണം നമ്മളുടെ ഏജിങ് പോപ്പുലേഷനാണ്. എന്ത് അസുഖവും കൂടിക്കൂടി വരുന്നത് ബാഡ് ഹാബിറ്റ്സ് ഒത്തിരി കൂടി, അതായത് സ്മോക്കിംഗ്, ആൽക്കഹോളും ഒക്കെ വളരെ കോമൺ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ വല്ലാതെ മാറി. സ്കൂളുകള് ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആക്കുന്നു ശിശുക്ഷേമ സമിതി തീരുമാനിച്ചു എന്നുള്ളത്. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ലിപ്സ്റ്റിക്കിൽ ലെഡ്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ഹെവി മെറ്റൽസ് ധാരാളം ഉണ്ട്. അപ്പൊ കേൾക്കുമ്പോൾ തോന്നും അപ്പൊ അത് അപകടമല്ലേ? അതായത് ഒരു സാധനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് നമുക്ക് അപകടം ഉണ്ടാക്കും. ക്യാൻസറിനെ പേടിക്കണോ? അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്യാൻസർ കൂടുന്നുണ്ടോ? 50 വർഷം മുമ്പ് വരെ ക്യാൻസർ ഈക്വലന്റ് മരണം എന്നായിരുന്നു. അപ്പോൾ നമുക്ക് മരണത്തെ എല്ലാവർക്കും പേടിയാണ്. ആ കാലഘട്ടമൊക്കെ മാറി. വൺസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. സയൻസ് പറഞ്ഞ് ഇത് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നിരോധിക്കുന്നത് ശരിയല്ല. ക്യാൻസർ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് പേടിയാണ്. എത്രയൊക്കെ റിക്കവറി സ്റ്റോറീസ് കേട്ടാലും എത്രയൊക്കെ മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നെന്ന് പറഞ്ഞാലും ആ പേടി ഇപ്പോഴും നിലനിൽക്കുന്നു. ഹായ് ആൻഡ് വെൽക്കം ടു സൈന ഹെൽത്ത് പ്ലസ്. എൻ്റെ പേര് ഫെറൻ ആൻഡ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ ജോജോ വി ജോസഫ്. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഫാക്ടർ തന്നെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ക്യാൻസർ രോഗികൾ കൂടുന്നു, ഇന്ന വർഷം ആകുമ്പോഴത്തേക്കും അത് ഇത്രയും ആകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ വെരി ബേസ് ക്വസ്റ്റ്യനിൽ തുടങ്ങുകയാണ്, ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഈ പറയുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണം കണക്കൊക്കെ വാസ്തവമാണോ? ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ക്യാൻസർ എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വിവിധ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. കോശങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാലോ, ബേസിക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ കോശങ്ങൾ സാധാരണ അത് വളരും, അതിൻ്റെ ഒരു ആയുസുണ്ട്, അതുവരെ ഉണ്ടാവും. അതിനുശേഷം അത് ഡെഡായി പോകും. അതിനിടയ്ക്ക് ഈ കോശങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകും. അത് ചിലപ്പം റിപ്പയറബിൾ ആണെങ്കിൽ അത് ശരീരം റിപ്പയർ ചെയ്തെടുക്കും. അങ്ങനെയാണ് ഈ കോശങ്ങൾ ശരീരത്തിൻ്റെ കൺട്രോളിൽ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഷേപ്പൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് വളരുന്നതിനൊക്കെ എല്ലാം കൺട്രോൾഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. അത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ DNA-യിലാണ് അത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ DNA-ക്ക് എന്തെങ്കിലും സംഭവിച്ച് മാറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ കൺട്രോള് നഷ്ടപ്പെടും. ഈ കോശങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെടും. അപ്പോൾ കോശങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അത് ഈ പറഞ്ഞതുപോലെ അൺലിമിറ്റഡ് ആയിട്ട് വളരാൻ തുടങ്ങും. അതൊരു ആസ്പെക്റ്റ്. രണ്ടാമത്തേത് ഈ DNA ഡാമേജ് ആകുമ്പം ഈ നമ്മുടെ നോർമൽ സെല്ല് പോലെ ആയിരിക്കില്ല, ഈ അബ്നോർമൽ സെല്ലുണ്ടാകുന്ന അബ്നോർമൽ ആയിരിക്കും. അപ്പോൾ അബ്നോർമലായിട്ടുണ്ടാകുന്ന ഈ കോശങ്ങൾ അത് അനിയന്ത്രിതമായി വളരുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്, ഒരു കോശം വളർന്നാൽ അതിൻ്റെ വഴിക്ക് പൊക്കോളുകയല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് ശരീരത്തിൻ്റെ കൺട്രോളിലല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നത്. നോർമലി ഇതൊരായുസത്തും മരിച്ചു പോകും. അതുപോലെ തന്നെ അത് ഒരു 10 എണ്ണം ഉണ്ടായി അത്രയും ആവശ്യമുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിൽക്കും. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ, നമ്മൾ കരളെടുക്കുകയാണ്. കരളിൽ ഇതുപോലെ ഒരു അബ്നോർമൽ കോശം ഉണ്ടായി. അപ്പം നോർമലി ഇതെല്ലാം ഹാർമോണിയസ് ആയിട്ട് ഒരു ഇൻടാക്റ്റ് അവയവത്തിൻ്റെ സൈസിൽ തന്നെ നിലനിന്ന് പോകണം. പക്ഷേ ഇത് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങ് വളരാൻ തുടങ്ങുമ്പോഴത്തേക്കും ബാക്കിയുള്ള കോശങ്ങളെ അത് നശിപ്പിക്കും. ഒന്ന് അവിടെ ഇരിക്കാനിടയില്ലാത്തതുകൊണ്ട്. രണ്ടാമത് അവർക്ക് കിട്ടുന്ന ന്യൂട്രീഷൻസ് എല്ലാം ഇവർ വലിച്ചെടുക്കും, ഈ അബ്നോർമൽ സെൽസ്. അപ്പോൾ ആ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഈ നോർമൽ സെല്ല് അവിടെ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ അവയവം ഫെയിലായി പോകും. അതാണ് അതിൻ്റെ അത് ഒന്ന് നടക്കുക. ഇതിനോടൊപ്പം എന്ത് സംഭവിക്കും? ഇത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയയല്ലേ, അത് നമ്മുടെ രക്തത്തിൽ കൂടെയും ലിംഫാറ്റിക്സ് കൂടെയൊക്കെ കലർന്നിട്ട് ഇതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ കരൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളായ ബ്രെയിന്, ലങ് ഒക്കെ പോയി ഇത് പിടിക്കും, അവിടെ ഇരുന്നത് വളരാൻ തുടങ്ങും. അപ്പോൾ ആ അവയവങ്ങൾ നശിക്കും. അങ്ങനെയാണ് നമുക്ക് ആ രോഗിക്ക് അല്ലെങ്കിൽ നമ്മൾ ക്യാൻസർ നമ്മൾ കീഴ്പ്പെടുത്തല്ലേ നമുക്ക് മരണം സംഭവിക്കാനാണ്. ഇതാണ് ബേസിക്കലി ക്യാൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആസ്പെക്റ്റ്, ഈ ക്യാൻസറിനെ പേടിക്കണോ? അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്യാൻസർ കൂടുന്നുണ്ടോ? ബേസിക്കലി ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 50 വർഷം മുമ്പ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഈക്വലന്റ് മരണം എന്നായിരുന്നു. അപ്പോൾ നമുക്ക് മരണത്തെ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ആ മരണം വരുത്തുന്ന എന്ത് സാധനത്തിനെയും നമുക്ക് എല്ലാവർക്കും പേടിയാണ്. ജീവനുള്ള എന്തിനും മരണം എന്ന് പറയുന്നത് പേടിയാണ്. അതുകൊണ്ടാണ് ക്യാൻസറിനെ നമ്മൾ പേടിയാണ്. പക്ഷേ ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് മിക്കവാറും എല്ലാ ക്യാൻസറുകളും പ്രാരംഭ ദശയിൽ തന്നെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ. അപ്പോൾ അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് ആ ആസ്പത്രി നമുക്ക് വീണ്ടും വരാം. ഇനി മൂന്നാമത്തെ പോയിന്റ്, അതായത് ഇന്ത്യയിലും കേരളത്തിലും ക്യാൻസർ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ അതൊരു എക്സ്പൊണൻഷ്യലായിട്ട് ഇൻക്രീസ് ഉണ്ടോ? നമുക്കറിയാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയത്ത് കണക്കെടുക്കാം. നമ്മൾ ജനിക്കുക, നമ്മൾ രണ്ടുപേരിൽ ഒരാൾ ഉണ്ടാകുകയാണെങ്കിൽ, ജനിക്കുന്നത് 47-ലാണെങ്കിൽ നമ്മളുടെ ഒരു ആവറേജ് എക്സ്പെക്റ്റൻസി, അതായത് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ 37 അല്ലെങ്കിൽ 38 വയസ്സാണ്. ഒരു ആവറേജാണ്. അന്നും ആൾക്കാർ 100 വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ടാവും. ബട്ട് ഒരു ആവറേജ്, നമ്മൾ ആവറേജ് ആണല്ലോ കണക്കുകൾക്ക് വേണ്ടി എടുക്കുക. അപ്പം മിക്കവാറും ഉള്ള ആൾക്കാരൊന്നും ഈ പറഞ്ഞതുപോലെ കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടാവാനുള്ള കാലം വരെ ജീവിച്ചു വെക്കാറില്ല. അപ്പോൾ ഇത് ഈ വക അസുഖങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ 2026 എടുക്കുക,
നമ്മുടെ കേരളത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിലിൻ്റെ എൻ്റെ സൈഡിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 75 നിയർലി 80 എടുക്കുകയാണ്. ഇപ്പം ഫീമെയിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഫെറിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 80 വയസ്സാണ്, 82 വയസ്സൊക്കെയാണ് നമ്മുടെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പോൾ അറിയാമല്ലോ എന്ത് അസുഖവും കൂടിക്കൂടി വരുന്നത് നമ്മളുടെ പ്രായമാകുമ്പോഴാണ്. അതായത് നമ്മുടെ അവയവത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നു, അതുപോലെ വെയർ ആൻഡ് ടയർ കൂടുന്നു, അങ്ങനെ എല്ലാ അസുഖങ്ങളും. അപ്പം ക്യാൻസർ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ എല്ലാം പറയുള്ളൂ ആശുപത്രികൾ പൊട്ടിമുളയ്ക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ, ഇതിനെല്ലാം കാരണം നമ്മളുടെ ഏജിങ് പോപ്പുലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാൻസറിൻ്റെയും അതുപോലെയുള്ള എല്ലാ അസുഖത്തിൻ്റെയും ഇൻസിഡൻസ് കൂടുതലുണ്ട്. അതൊരു ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വല്ലാതെ മാറി. കാരണം നമുക്കറിയാം, നമ്മൾ ഞാൻ ഈ പറഞ്ഞ കണക്കിന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നല്ലപോലെ അധ്വാനിക്കും, പാടത്ത് പണിയെടുക്കും, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പണിയെടുക്കും, നമ്മൾ നല്ലപോലെ കഴിക്കും, കിടന്നുറങ്ങും. അതായിരുന്നു നമ്മുടെ ജീവിതശൈലി. പക്ഷേ ഇപ്പം നമ്മൾ എന്താ സംഭവിക്കുക, നമ്മുടെ സെഡൻഡറി ലൈഫാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി നല്ലപോലെ കഴിക്കും, ബട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ പൊണ്ണത്തടി, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ, അപ്പം എല്ലാ അസുഖങ്ങളും വീണ്ടും കൂടും. പിന്നെ ഹാബിറ്റ്സ്, ബാഡ് ഹാബിറ്റ്സ് ഒത്തിരി കൂടി, അതായത് സ്മോക്കിങ്, ആൽക്കഹോളും ഒക്കെ വളരെ കോമൺ ആയി. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ് ക്യാൻസർ മാത്രമല്ല എല്ലാ അസുഖങ്ങളും ഇന്ന് കൂടുന്നതും നമുക്ക് തോന്നുന്നത്. അതായത് ഇത് എന്തോ പ്രശ്നമാണ്, എല്ലാ അസുഖങ്ങൾക്കിടെ എണ്ണം കൂടുതലാണ്, പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മിത്സ്, ക്യാൻസർ വന്നാൽ മരിച്ചു അല്ലെങ്കിൽ നീ തീർന്നടാ എന്നൊരു മിത്ത് മുതൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കണ്ടീഷനായിട്ട് അസോസിയേറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇന്നൊന്ന് ബ്രേക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഇടയ്ക്ക് വന്നൊരു സംഭവമാണ്, സ്കൂളുകൾ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആക്കുന്നു എന്ന് ശിശുക്ഷേമ സമിതി തീരുമാനിച്ചു എന്നുള്ളത്. അത് ഒരുപക്ഷെ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് ഈ റീൽസും ഒക്കെ കണ്ടിട്ട് വളരെ കുഞ്ഞു പ്രായം മുതൽ തന്നെ ഇത് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എന്തുമാത്രമാണ് അതിലൊരു വാസ്തവം? ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത് വാക്സ് ആണ്. അതായത് അതിൻ്റെ ഷേപ്പ് സ്റ്റിക്ക് ആക്കിയിടുന്ന വാക്സ് ആണ്. പിന്നെ ഉള്ളത് ഈ അതിൻ്റെ നമ്മുടെ ലിപ്പിന് ഗ്ലേസിങ് കിട്ടാനുള്ള ഓയിലുകളാണ്, വിവിധതരം ഓയിലുകൾ, മോയ്സ്ചറൈസറാണ്. പിന്നെ മൂന്നാമത്തേതാണ് കളറിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അത് ഫെറിക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്, അല്ലെങ്കിൽ ഓർഗാനിക് ഡൈ ആവാം. പിന്നെ ഉള്ളത് ഇത് കേടാവാതെ സൂക്ഷിക്കാനായിട്ടുള്ള പ്രിസർവേറ്റീവ്സ്. പിന്നെ അതിനോടൊപ്പം അഡീഷണലായിട്ട് പിന്നെ മോയ്സ്ചറൈസർ ചേർക്കാം, അല്ലെങ്കിൽ എന്താ പറയുക സൺസ്ക്രീൻ ചേർക്കാം. അങ്ങനെ ഓരോ കമ്പനികളുടെ ഇതനുസരിച്ച്. ഇത്രയേ ഉള്ളൂ ഈ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പം ഈ ന്യൂസ് വന്നത് ലിപ്സ്റ്റിക്കിൽ ലെഡ്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ഹെവി മെറ്റൽസ് ധാരാളം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കുട്ടികളിൽ ക്യാൻസർ ഉണ്ടാകും. ഇത് നമുക്ക് തീരെ ഇൻഫൻ്റ് ആയിട്ടുള്ള, അതായത് തീരെ ചെറുപ്രായത്തിൽ നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കണം, അവർ കടിക്കും തിന്നൊക്കെ, അത് നമുക്ക് വേണ്ടെന്ന് വെക്കാം. പക്ഷേ നമ്മളൊരു കൗമാരപ്രായത്തിൽ കഴിഞ്ഞ ആൾക്കാരുടെ കണക്കെടുക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന രണ്ട് കാരണം: ഒന്ന്, ഈ വക സാധനങ്ങളുടെ പ്രസൻസ് ഉണ്ട്; രണ്ട്, കൗമാരക്കാരുടെ സ്കിൻ കൂടുതൽ അബ്സോർട്ടീവാണ്, അതുകൊണ്ട് അതെല്ലാം കൂടെ ശരീരത്തോട്ട് കയറുന്നു. അത് തീർത്തും തെറ്റായ ഒരു ധാരണയാണ്. കൗമാരം ഒരു പ്യൂബേർട്ടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡൾട്ട് സ്കിൻ പോലെ തന്നെയാണ് സ്കിൻ ബിഹേവിയർ. അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഈ പറഞ്ഞ ഡിറ്റക്റ്റബിൾ, ഈ പറഞ്ഞ ലെഡ്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ സാധനങ്ങൾ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ കളറിങ് ഏജൻറ്റായ ഇതൊക്കെ, ഈ ഫെറിക് ഓക്സൈഡ് സാധനങ്ങളൊക്കെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് മാത്രമായിട്ടല്ല ഒരു ധാതു ഇരിക്കുന്നത്. അത് അതിൻ്റെ കൂട്ടത്തിൽ കുറേ സാധനങ്ങളുണ്ടാവും, അതെടുക്കും, അത് പ്യൂരിഫൈ ചെയ്യാൻ. പ്യൂരിഫൈ ചെയ്യുന്നത് പറഞ്ഞാൽ 100% പ്യൂരിഫിക്കേഷൻ ഒന്നും ഒരിക്കലും നടക്കാറില്ല, അല്ല അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഇപ്പോഴത്തെ അനുസരിച്ച് നമ്മൾ നല്ല ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ ട്രേസസ് ആയിട്ടുള്ള ഈ ലെഡും കാഡ്മിയം ഒക്കെ ആണ്. പക്ഷേ അപ്പോൾ കേൾക്കുമ്പോൾ തോന്നും അപ്പോൾ അത് അപകടമല്ലേ? പിന്നെ അതെല്ലാത്തിനും അതൊരു പെർമിസിബിൾ ഡോസ് ഉണ്ട്. അതായത് ഒരു സാധനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് നമുക്ക് അപകടം ഉണ്ടാക്കുന്നില്ല. പക്ഷേ അതിൻ്റെ അളവ് കൂടുതലായ, പെർമിസിബിൾ ലെവലിൽ കൂടുതലായ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കുന്നത്, നമ്മുടെ വാഴപ്പഴം ഇല്ലേ, വാഴപ്പഴം റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഇല്ല. വാഴപ്പഴത്തിൻ്റെ അകത്ത് പൊട്ടാസ്യം 40 എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ഏജൻ്റ് ഉണ്ട്. അതായത് നമ്മൾ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള റേഡിയോ ആക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യുന്നിടത്ത് കൊണ്ട് വെച്ചാൽ വാഴപ്പഴം റേഡിയോ ആക്റ്റീവായിട്ട് കാണിക്കും. പക്ഷേ നമ്മളത് കഴിക്കുന്നില്ലേ? ആരെങ്കിലും പറയുന്നുണ്ടോ പിള്ളേർക്ക് വാഴപ്പഴം കൊടുക്കരുതെന്ന്? ഇല്ല. അപ്പോൾ അതുപോലെ ഒരു സാധനത്തിൻ്റെ പ്രസൻസ് അല്ല കാര്യം, അത് എത്ര ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരിക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് അത് പെർമിസിബിൾ ലെവലിലുള്ളതേ കാണുകയുള്ളൂ. കാരണം ഇതിന് കാരണം ഇതാണ്, ഈ കണ്ടാമിനൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഇവർ പറയുന്നത് പാരാബീൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഹോർമോൺ ഡിസ്റപ്ഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പം മിക്കവാറുള്ള ലിപ്സ്റ്റിക്കുകളൊക്കെ പാരബീൻ ഫ്രീ ആണെന്ന് പറയുന്നത്, പരസ്യം കണ്ടിട്ടുണ്ട്, പാരബീൻ ഫ്രീ ആണ് വരുന്നത്. ഇനി പാരബീൻ ആണെങ്കിൽ തന്നെ അതിന് ഈസ്ട്രജനിക് ആക്ടിവിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ലിപ്സ്റ്റിക്കിലുള്ള ഈ ലെവൽ വെച്ച് ഈ പറഞ്ഞ പോലെ ഈസ്ട്രജൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കാനോ അതിന് കഴിയില്ല. ഇതാണ് ഇതിനകത്തെ ഫാക്റ്റ്. ഇനി ഇവിടെ പ്രോബ്ലം എന്താണ്? ചില നമ്മുടെ രാജ്യത്തെ 3 ഏജൻസികളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഏജൻസി ഉണ്ട്, പിന്നെ നമ്മുടെ BIS എന്ന് പറഞ്ഞാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പിന്നെ കേരളത്തിലാണെങ്കിൽ കേരള ഡ്രഗ് അതോറിറ്റി ഉണ്ട്. ഈ 3 ഏജൻസികൾ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈ വക കോസ്മെറ്റിക്സ് ആൻഡ് ലിപ്സ്റ്റിക് ഒക്കെ പുറത്തോട്ട് വരുന്നത്.
അപ്പോൾ അവരുടെ ടെസ്റ്റഡ് ആയിട്ടുള്ള ഈ കോമ്പൗണ്ട് ആണെങ്കിൽ ഇതിനകത്തൊന്നും പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ തീരെ ചെറിയ കുട്ടികളെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, എന്ന് വെച്ചാൽ അവർ പ്രോപ്പറായിട്ട് വേണ്ട, അല്ലാതെ വളരട്ടെ. ഇത് എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് പിന്നെ കണ്ടുപിടിക്കും, നമുക്ക് ഹെൽത്തി ആണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതായത് അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇതിന് ക്വാളിറ്റി ഉള്ളതാണോ, ഇപ്പോൾ ഇതിന് ബ്യൂറോ ഈ പറഞ്ഞ അതോറിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വായിച്ച് നോക്കി അതനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റിൽ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്, സ്പൂരിയസ് ആയിട്ടുണ്ട്, കോൺട്രാബാൻഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരും. അത് ചെയ്യേണ്ടത്, ഇത് ബാൻ ചെയ്യുകയല്ല, ഇതിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ ഏജൻസികൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ എത്താതിരിക്കാനുള്ള ഇതാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനൊരു ബ്ലാങ്കറ്റ് ബാൻ ഇടുകയല്ല. എന്ന് പറയാം. പക്ഷെ അതിന് എന്തെങ്കിലും റിലീജിയസ് ആയിട്ടോ അല്ലെങ്കിൽ സാംസ്കാരിക, ഇപ്പോൾ നമ്മളൊരു സ്കൂളിൽ എടുക്കാം, മിനിമലിസം പഠിപ്പിക്കാൻ കുട്ടികളെ, ഇപ്പോൾ ഇവിടെ മേക്കപ്പ് ഒന്നും വേണ്ട, ഇത് അതിൻ്റെ യൂണിഫോമിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അതൊക്കെ ആക്സെപ്റ്റബിൾ ആണ്. ബട്ട് സയൻസ് പറഞ്ഞ് ഇത് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നിരോധിക്കുന്നത് ശരിയല്ല. ബട്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് കുട്ടികളെ ഇതെങ്ങനെ ഈ സേഫ് ആയിട്ടുള്ളതാണോ എന്ന് കണ്ടുപിടിക്കാനും അത് സെലക്ട് ചെയ്യാനും പഠിപ്പിക്കുക. രണ്ട്, ഗവൺമെൻറ് ഏജൻസികൾക്ക് ഇതിനുവേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ മാർക്കറ്റിൽ ഇതുപോലെയുള്ള കണ്ടന്റുള്ള സാധനങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ചർച്ചകളിൽ വന്നതാണ്. കാലാകാലമായിട്ടുള്ള കാര്യമാണ് ഡൈ എന്ന് പറയുന്നത്. എത്രയോ കാലം മുമ്പ് തന്നെ ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ അന്നും ഈ ഒരു പ്രശ്നം, ഡൈ യൂസ് ചെയ്യുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ കളർ അടിച്ച് നടന്നാൽ ക്യാൻസർ വരും എന്നുള്ളത്? അത് എങ്ങനെയാണ് ഡോക്ടർ? അതിനകത്തും ഇതാണ് പ്രശ്നം. ഹെയർ ഡൈ ഈ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് കമ്പനികളുടെ ഒന്നും ഈ പറഞ്ഞ റെഗുലേറ്ററി അതോറിറ്റികളിൽ കൂടി വരുന്ന ഡൈ ഒരിക്കലും കാർസിനോജനിക് അല്ല, അതായത് ക്യാൻസർ കോസിങ് അല്ല. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബാർബേഴ്സ്, അല്ലെങ്കിൽ ബാർബർ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഹെയർ ഡ്രസ്സേഴ്സ്, അതുപോലെ സ്ഥിരമായിട്ട് ഡൈ ആൾക്കാർക്ക് ചെയ്ത് ഒരു ദിവസം 5-6 പേർക്ക് ഡൈ ചെയ്ത് കൊടുക്കുന്ന അങ്ങനത്തെ പ്രൊഫഷനിൽപ്പെട്ട ആൾക്കാർക്ക് ചിലരിൽ ബ്ലാഡർ ക്യാൻസർ ഇത് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു. എഗെയിൻ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഡൈ ചെയ്യുന്നില്ലല്ലോ, മന്ത്ലി വൺസ് ഓർ ട്വൈസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലുള്ള എക്സ്പോഷർ ഒന്നും നമുക്ക് ഈ പറഞ്ഞ ഈ കാർസിനോജനിക് ആയിട്ടുള്ള ലെവലിൽ എത്തുന്നില്ല, പ്രൊവൈഡഡ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഈ പറഞ്ഞ ഗവൺമെൻറ് അംഗീകൃത കമ്പനികളുടെ ഹെയർ ഡൈ ഉപയോഗിക്കുക സേഫാണ്. സോ ഇപ്പം ഈ പറഞ്ഞ മാതിരി കുറച്ച് കമ്പൈൻഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സൺസ്ക്രീൻ, അതുപോലെ ടാൽക്കം പൗഡർ, അങ്ങനെ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇതാണോ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ? സൺസ്ക്രീൻ എൻ്റെ ഡിഫറൻസ് ആണ്. സൺസ്ക്രീൻ എന്ന് പറയുന്ന ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് അല്ല. സൺസ്ക്രീൻ നമ്മൾ ഈ എല്ലാവരെയും ഉപയോഗിക്കാൻ പഠിപ്പിക്കണം. നമ്മളിപ്പോൾ നമ്മൾ രണ്ടുപേരുടെ കളർ ഇച്ചിരി ഡള്ളാണ്, പക്ഷേ അതുകൊണ്ടാണ് നമ്മുടെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ സ്കിൻ ക്യാൻസേഴ്സ് കുറവ്. പക്ഷേ ഇപ്പോഴും കൂടി വരുന്നുണ്ട്. കാരണം നമുക്ക് അറിയില്ല, നമ്മുടെ ഇപ്പം UV റേസ് എക്സ്പോഷർ നമുക്കിപ്പം നമുക്ക് ഗവൺമെൻറ് തന്നെ വാൺ ചെയ്യാറുണ്ട്, ഉച്ചയ്ക്ക് UV റേറ്റ് എന്ന് പറഞ്ഞ് UV എക്സ്പോഷർ കൂടുതലാണ്. അത് നമ്മുടെ മുഖത്ത് വീഴാതിരിക്കാൻ ഇപ്പം പ്രായമായ ആൾക്കാരിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പോഷർ ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് പുറത്തിറങ്ങുന്നവർ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റേ അല്ല, അത് നമ്മൾ എസെൻഷ്യൽ പ്രോഡക്റ്റ് ആണ്. അത് നമ്മളെ കുട്ടികളെ എക്സ്പോസ് ചെയ്യാതിരിക്കാൻ, അതായത് മുഖവും അല്ലെ അവരുടെ സൺ എക്സ്പോസ് ചെയ്യൽ പറ്റാതിരിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് കമ്പനികളുടെ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ്. അതൊരു എന്താ പറയുക, കോസ്മെറ്റിക് അല്ല. പിന്നെ വേറെ എന്തിനാ ചോദിച്ചാൽ ടാൽക്കം പൗഡർ എന്ന് വെച്ചാൽ നേരത്തെ ഈ പറഞ്ഞതുപോലെ എനിക്ക് മെയിൻലി ഒരു ഫേമസ് ജോൺസന്റെ ആണെന്ന് തോന്നുന്നു. അവരുടെ ഇത് എഗെയിൻ ഈ ടാൽക്കം എന്ന് പറഞ്ഞ സാധനം ഒരു ധാതുവാണ്, അത് ഖനനം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ പൗഡർ ആക്കിയിട്ടാണ് നമുക്ക് ഈ പെർഫ്യൂം ചേർത്താണ് നമുക്ക് ഈ സാധനം തരുന്നത്. അപ്പോൾ എഗെയിൻ ഇതിൻ്റെ അകത്തെ ഈ ആസ്ബസ്റ്റോസിൻ്റെ കണികൾ, ഇതിനോടൊപ്പം ഈ ധാതുക്കളോടൊപ്പം ആസ്ബസ്റ്റോസിൻ്റെ കണികളുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ ഇതിനെതിരെ ഒരു ഫയൽ വന്നു, സ്യൂട്ട് വന്നു, അതായത് കേസ് വന്നു. അതായത് അവർക്ക് പണ്ട് തൊട്ടേ പൗഡർ ഇട്ടുകൊണ്ടാണ് അവർക്ക് ക്യാൻസർ വന്നത്, അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ടാൽക്കത്തിനോടൊപ്പം ആസ്ബസ്റ്റോസ് ഉണ്ടായിരുന്നു പറഞ്ഞ് അവിടെ കേസ് വന്നു. അപ്പം ഗവൺമെൻറ് പറഞ്ഞു ഇത് ശരിയാണ്, അവർ പറയണം, അവർ കുറച്ചുകൂടെ ടുവേർഡ്സ് പബ്ലിക് പറയുന്നതാണ് അവർ. അപ്പോൾ അത് പറഞ്ഞു, അപ്പോൾ അത് ബാൻ ചെയ്തു. ഇപ്പം നമുക്ക് അങ്ങനെ ഈ ആസ്ബസ്റ്റോസ് കണ്ടനുള്ള, അതുപോലെ തന്നെ ഈ ടാൽക്കം ചേർത്ത പൗഡർ അല്ല വരുന്നത്. മിക്കവാറും ഉള്ളതൊക്കെ ഈ ടാൽക്കം മാറ്റിയിട്ടുണ്ട്. കാരണം ഈ അഗീൻ കമ്പനികൾക്ക് സാധനം വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ടാൽക്കം മാറ്റിയിട്ട് വേറെ സാധനം ആക്കി വിടുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമുക്കൊരു രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നില്ല. ഇപ്പം നമ്മൾ ശരീരത്തിൽ നിന്ന് ഒന്ന് കിച്ചണിലേക്ക് പോവുകയാണ്. ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അതിൽ ഈ ആ ഒരു കോട്ടിംഗ് ഒക്കെ മാറി തുടങ്ങുമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ പാത്രം മാറ്റണോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ ക്യാൻസർ എലമെന്റ്സിന് നമ്മുടെ ശരീരത്തിൽ വളരാൻ കാരണമാകുന്നത്? അത് ഈ നോൺ സ്റ്റിക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കിട്ടാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു മെറ്റൽ പാത്രമായിരിക്കുമല്ലോ.
അതിലേക്ക് ഒരു കോട്ടിങ് കൊടുക്കണം. PTFE എന്ന് പറഞ്ഞ നമ്മൾ ടെഫ്ലോൺ എന്നാണ് അതിൻ്റെ ഈ എന്താ ട്രേഡ് നെയിമാണ്, അല്ല അതിൻ്റെ ഒറിജിനൽ PTFE ആണ് അതിൻ്റെ എന്താ പറയുക കെമിക്കൽ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സാധനത്തിനോടും റിയാക്ട് ചെയ്യത്തില്ല, അത് ഈ ഒരു ഇനേർട്ട് സാധനമാണ്. അപ്പോൾ അത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ അത് കാറിനും മറ്റേ ഒത്തിരി യൂസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒട്ടിയിരിക്കുന്നതാണ് ഇതിന് നോൺ സ്റ്റിക്കിനെസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇത്ര ഒട്ടിക്കുക. പക്ഷെ നമ്മളത് പോറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സംഭവിക്കുക, അവിടെ അത് ഒട്ടിപ്പിടിക്കും. അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് അകത്ത് പോയാൽ ക്യാൻസർ ആവുന്നത്. ഇത് ഇനേർട്ടാണ്, അതായത് ഇത് ഒരു രീതിയിലും നമ്മുടെ ശരീരത്തോട്ട് കയറത്തുമില്ല, അത് ഒരു രീതിയിലുള്ള ഒരു റിയാക്ഷൻസ് ഉണ്ടാകുന്നില്ല. അകത്ത് കയറിയാൽ അത് അതേപോലെ പുറത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അതൊരു ആൾക്കാരെ പേടിപ്പിടുത്തുന്ന ഒരു കാര്യം മാത്രമാണ്. പുതിയത് പെട്ടെന്ന് വാങ്ങാനായിരിക്കും, ഫോണൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ കേടാവുമെന്ന് പറയും. ഇതിനകത്ത് നോൺ സ്റ്റിക്ക്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് PTFE എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ടെമ്പറേച്ചർ ഒരു ഒത്തിരി ഹൈ ടെമ്പറേച്ചർ കുക്കിങ്ങിന് പറ്റിയതല്ല. കാരണം ഇത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇത് ഉരുകി കഴിഞ്ഞിട്ട് അതിന് ഫ്യൂംസ് വരും. അപ്പോൾ ആ ഫ്യൂംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ക്യാൻസർ ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷേ നല്ല റെസ്പിറേറ്ററി സിംറ്റംസ് ഒക്കെ ഉണ്ടാകും. അതായത് ഫ്ലൂ പോലത്തെ സിംറ്റംസ് ഒക്കെ വരുത്താം. അതാണ് അതിൻ്റെ അകത്ത് മറ്റൊരു നെഗറ്റീവ് ഫാക്ടർ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ബേസിക്കലി ഞാനിതിനെതിരാണ്. ഇതുകൊണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് വരുന്നതുകൊണ്ടല്ല. ഇതൊരു സബ്സ്റ്റൻസ് ഫോർ എവർ എന്ന് പറയും. അതായത് ഇതിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. ഈ സാധനം വൺസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇങ്ങനെ പ്രകൃതിയിൽ ഇങ്ങനെ കുമിഞ്ഞു കൊടുക്കണം. ഞാൻ അല്പം ഒരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് അങ്ങനെ ഒരു സാധനം നമ്മൾ പ്രകൃതിയിലേക്ക് ഉണ്ടാക്കി വിടുന്നത് നല്ലതല്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ്. ആ ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ട് യൂറോപ്യൻ കൺട്രീസൊക്കെ അത് ഇതിന് പകരമുള്ള പല ഓൾട്ടർനേറ്റീവ്സും അവർ എടുക്കുന്നുണ്ട്. ഇത് ക്യാൻസറാന്ന് ഉണ്ടാക്കുമെന്ന് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഈ PTFE ടെഫ്ലോൺ ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കെമിക്കൽ കാർസിനോജനിക്കാണെന്ന്. അത് ഇപ്പോഴല്ല, ഒരു 2010 കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അതുകൂടെ കൂടിയാണ് ഇതൊരു ക്യാൻസർ ഉണ്ടാക്കുമെന്നൊക്കെ ഉള്ളൊരു ഇമ്പ്രഷൻ വന്നത്. അപ്പോൾ ഇതൊരു ടെഫ്ലോൺ എന്ന് പറയുന്ന ഒരു കാർസിനോജനിക്കല്ല, നമ്മുടെ കുക്കിംഗ് വളരെ നല്ലതാക്കി കുക്കിംഗ് എളുപ്പമാക്കുന്ന ഒരു സംഭവമാണ്. ഒരു രീതിയിലും പേടിക്കേണ്ട ഉപയോഗിക്കില്ല.